ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യനൂർ കോട്ടക്കൽ റൂട്ടിൽ ഒളകരപ്പടി എന്ന് പറയുന്ന ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ കാണിച്ച ഹോം ടൂർ വീഡിയോസിലൊന്നും കാണിക്കാത്ത വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വീടാണിത്. കാരണം ഈ ഒരു വീടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഹാബിറ്റേറ്റ് വർക്കിലാണ്. കൂടാതെ മറ്റ് 1-2 പ്രത്യേകതകൾ കൂടെ ഈ വീടിനുണ്ട്. അതെന്താണെന്ന് വീഡിയോ കാണുന്നതിലൂടെ ഞാൻ പറയാം. അപ്പോൾ ഇതാ നമ്മൾ വീടിനകത്തേക്ക് കിടക്കുകയാണ്. വളരെ നാച്ചുറൽ ആയിട്ടാണ് ഈ ഒരു വീട് ഒരുക്കിയിരിക്കുന്നത്. വീടിന് ഇരുവശത്തും നല്ല പച്ചപ്പ് നിറച്ച് കവുങ്ങുകളും തെങ്ങൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ മുറ്റം കൊടുത്തിരിക്കുന്നത് മെറ്റൽ സ്റ്റോണിലാണ്. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷമായിട്ടുണ്ട്. ഒളകര മാനിക്കയുടെയും റാബിയുടെയും വീടാണിത്. 2250 സ്ക്വയർ ഫീറ്റിൽ 20 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പരപ്പനങ്ങാടിയിലെ കെബീർ ഹാബിറ്റേറ്റ് ആണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഹാബിറ്റേറ്റ് സ്റ്റൈലിൽ പണികഴിപ്പിച്ച ഈ വീടിൻ്റെ വോളെല്ലാം ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോണിലാണ്. കോറിയിൽ നിന്ന് ബെസ്റ്റ് കല്ല് സെലക്ട് ചെയ്ത് അത് ചെത്തി മിനുക്കിയിട്ടാണ് ഇവിടെ വോളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വാൾ വർക്ക് ചെയ്തതിന് ശേഷം പൊടി മാറാല പോലുള്ള ശല്യങ്ങളൊന്നും വാളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ആസിഡ് ജോബ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെയിൻറ് ചെയ്യുന്നത് പോലെ ഒരു ആസിഡ് ഈ വാളിൽ കംപ്ലീറ്റ് അടിച്ച് നന്നായിട്ട് വെള്ളം അടിച്ച് സ്പ്രേ ചെയ്ത് കഴുകി ഫ്രഷാക്കി എടുത്തതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൽ പൊടി അതല്ലെങ്കിൽ മാറാല ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവരുടെ ഗ്യാരണ്ടി പറയുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉൾവശത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ ഡോറെല്ലാം ചെയ്തിരിക്കുന്നത് ഫെറോ ഡോറിലാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അതുപോലെ ഈ വീടിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് ഒസൂറിൽ നിന്നും ഗ്രാനൈറ്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഗ്രാനൈറ്റ് കൊണ്ടുവന്ന ഈ ഒരു കബീർ ഹാബിറ്റേറ്റ് തന്നെയാണ് ആ ഒരു വർക്കും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാബിറ്റേറ്റ് വർക്കിൽ വീട് പണിതത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സ്പെൻസ് കുറയ്ക്കാനും നല്ല കൂളിങ്ങും സ്പേസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീടിന് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആദ്യമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നത് കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡിൽ ഒരു ബാമൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഈ കോർട്ട്യാർഡ് ഇത്രമാത്രം ആഴത്തിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നും. കാരണം ഇവിടെ മഴ വരുന്ന നനയുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു വിഷയമല്ലായിരുന്നു. പക്ഷേ ജസ്റ്റ് അവിടെ ഗ്ലാസ് കൊടുത്ത് പർഗോള സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അത്രയും ആഴത്തിൽ കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു വാള് നമ്മൾ നോക്കുകയാണെങ്കിൽ വാളിലൊക്കെ സിമെൻറ്റ് ടെക്സ്ചറിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കോർട്ട്യാർഡിൻ്റെ മുകളിലായിട്ട് പർഗോള കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെന്റിലേഷൻ ഈ വീടിനുള്ളിലേക്കുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് നല്ല രീതിയിൽ വെളിച്ചമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല, നന്നായിട്ട് വെളിച്ചമുണ്ട്. കാരണം വിൻഡോസ് ആണെങ്കിലും അതുപോലെ പർഗോളാസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഈ വീടിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. മെയിൻ ഡോറ് കടന്നു വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സോഫ റെക്സിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലായിട്ട് ഈ സോഫ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീപോയ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും റെക്സിൻ വെച്ച് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് ഏരിയയുടെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന വാളിലായിട്ട് 3 സിംഗിൾ വിൻഡോസും മറ്റ് 2 വാളിലും 2 വീതം ഡബിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം വുഡൻ കളറിൽ വരുന്ന ബ്ലൈൻഡ് കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വിൻഡോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ്. വുഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡോറ് മാത്രമാണ്. ബാക്കിയെല്ലാം ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിൽ തന്നെയാണ്. ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് ഈ പാസേജ് കടന്ന് നമ്മൾ എത്തുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് ഏരിയ ഫുൾ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്സ്റ്റെയറിലേക്ക് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അതിൻ്റെ ഹാൻഡിലെല്ലാം വുഡും ഗ്ലാസ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാളിലായിട്ട് 5 ചെറിയ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പോട്ട് ലൈറ്റ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിനെ കുറിച്ച് നോക്കാം. ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 10 സീറ്റ് അറേഞ്ച്മെൻറ്റിലാണ്.
എടവണ്ണയിലെ റെഡ്വുഡ് ഫർണിച്ചറിൽ നിന്നാണ് ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ് ആണ് ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിലാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കോമൺ ബാത്റൂമും ഈ ഒരു സ്റ്റെയറിൻ്റെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. 3 വർഷം മുന്നുള്ള വീടായതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു സ്റ്റൈലും അന്നത്തെ ആ ഒരു പാറ്റേണൊക്കെയാണ് ഈ ഒരു ബാത്റൂമിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർ കടന്ന് വരുന്ന 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കണ്ടിട്ട് വരാം. ഈ വീടിന് 4 ബെഡ്റൂംസ് ആണുള്ളത്. ഓരോ ബെഡ്റൂമിൻ്റെയും നീളം 14 ഫീറ്റും അതുപോലെ വീതി 11 ഫീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, എല്ലാ സ്പേസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം തന്നെ വേസ്റ്റായിട്ട് ഇട്ടിട്ടില്ല. ഈ വീഡിയോയുടെ അവസാനത്തിൽ വീടിൻ്റെ പ്ലാന് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം. പിന്നെ ഈ വീട്ടിലെ എല്ലാ വാർഡ്രോബ്സിൻ്റെയും കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫാക്ടറി ഫിനിഷ്ഡ് മൾട്ടിവുഡാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ പാസേജിൽ ഈ ഗ്രാനൈറ്റിൽ ഇങ്ങനൊരു ഡിസൈൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറെല്ലാം ചെയ്തിരിക്കുന്നത് ഫെറോ ഡോറിലാണ്. എല്ലാ ബെഡ്റൂംസും തന്നെ ഒരേ സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലെ കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന 2 സിംഗിൾ കോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. 2 കള്ളിയുള്ള ജനലുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാർഡ്രോബ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഏരിയയിലാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു ഐവറി ആൻഡ് വുഡൻ കളറിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2:2 വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂംസും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കിച്ചൺ കണ്ടിട്ട് വരാം. കിച്ചണിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് ഫെറോ ഡോറിൽ ഗ്ലാസ് കൂടെ ഡിസൈൻ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനെ സെൻട്രലൈസ് ചെയ്ത് ഒരു റൗണ്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിൽക്കി വൈറ്റ് ഗ്ലാസ് ടോപ്പാണ് ഈ ഒരു ടേബിളിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വാളിലൊക്കെ വാൾ ടൈൽ വൈറ്റ് കളറിൽ വാൾ ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടേബിൾ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലെ വാർഡ്രോബ്സിൻ്റെ കളർ ടോണ് കോഫി ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഈ വിൻഡോയിൽ ഗ്ലാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു റാക്കുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അപ്സ്റ്റെയർ കണ്ടിട്ട് വരാം. ഗ്ലാസും വുഡും യൂസ് ചെയ്തിട്ടാണ് ഈ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വന്ന ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് ഇങ്ങനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കമ്പ്യൂട്ടർ ടേബിൾ, അയൺ ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പാരൻസിന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു വാളിലായിട്ട് ഒരു വാർഡ്രോബ് ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാളിൽ 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ്.
ഇങ്ങനെ ഇത്രയും വിൻഡോസ് ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ലാൻഡിങ്ങിൽ നിന്ന് ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് വീണ്ടും ഇതുപോലൊരു ലാൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് 3 സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാലാണ് അപ്സ്റ്റെയറിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്സ്റ്റെയറിൽ ഇതാ നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഈ സ്റ്റെയറിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു റൂഫിലായിട്ടും പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ വിൻഡോയുടെ കാര്യമാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ്, എല്ലാ വാളിലും 2-3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത്രയും വിൻഡോസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം, ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന വെളിച്ചം കംപ്ലീറ്റ് ഒരു ലൈറ്റ് പോലും ഇടാതെയുള്ള വെളിച്ചമാണ്. അത്രമാത്രം വെളിച്ചം ഈ വീടിനുള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അപ്പർ ലിവിങ്ങിൽ നമ്മൾ കാണുന്ന വ്യൂ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഈ വിൻഡോയുടെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ നമുക്ക് ഈ ഒരു അപ്സ്റ്റെയറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബെഡ്റൂം കാണാം. ഈ ഒരു ഏരിയയിലായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്കൊക്കെ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ ബെഡ്റൂമിലേക്ക് കടക്കാൻ. ഈ ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു പാസേജ് ആണ് കാണുന്നത്. ആ പാസേജിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 വർഷം മുന്നേ ഉള്ള ഒരു വീടായതുകൊണ്ട് തന്നെ അന്നത്തെ സ്റ്റൈലിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 150-230 ഈ ഒരു ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാസേജ് കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും. ഈ റൂമിൻ്റെ റൂഫിങ് സ്ലോപ്പ് റൂഫിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് വെന്റിലേഷൻ ഹോള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ് കാണാൻ പോകുന്നത്. 12-12 ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെയും റൂഫിംഗ് എന്ന് പറയുന്നത് സ്ലോപ്പ് റൂഫ് തന്നെയാണ്. ഇവിടെ വിൻഡോസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഈ ഒരു വിൻഡോ ലെങ്ത്തിലും അതുപോലെ ഇത് നോർമൽ വിൻഡോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ്. അപ്സ്റ്റെയറിലെ നേരത്തെ കാണിച്ച ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. 150-230 ഈ ഒരു ബാത്റൂമിൻ്റെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിച്വൽ വാഷിങ്ങിന് വേണ്ടി പ്രത്യേക ഏരിയ തന്നെ ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റെയർ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കണ്ട വിൻഡോ ആണ് ഈ കാണുന്നത്. ഈ റൂമിൽ നിന്ന് ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് നമുക്ക് അപ്സ്റ്റെയർ ലിവിങ്ങിലേക്കും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കൊക്കെ ഒരു കാഴ്ച കിട്ടുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. കൂടാതെ ലിവിങ് ഏരിയയിൽ നിന്നുള്ള വെളിച്ചം നല്ല രീതിയിൽ ഈ റൂമിനുള്ളിലേക്ക് കടന്നു വരുന്നതിനും ഈ വിൻഡോ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്സ്റ്റെയറിലെ 2 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പാസേജ് നമ്മൾ കടന്നു വരുന്നത് ഈ ഒരു വിൻഡോയുടെ ഭാഗത്തേക്കാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വിൻഡോ മാത്രമല്ല, ഒരു ഡോർ കൂടെയാണ്. വിൻഡോ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക്, ഫ്രണ്ടിലെ ടെറസിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഡോറാണിത്. അങ്ങനെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫ്രണ്ടിലെ ടെറസിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെറസിൽ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
പിന്നീട് നമ്മൾ ഈ ഒരു സ്റ്റെയർ വഴി അതിൻ്റെ ടോപ്പിലെ ടെറസിലേക്കാണ് കയറുന്നത്. ഇവിടെ ഈ കാണുന്നത് താഴെ കോർട്ട്യാർഡിൽ കൊടുത്തിരിക്കുന്ന പർഗോളയ്ക്ക് മുകളിലിട്ട ഗ്ലാസ് ഷീറ്റാണ്. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. അതിലൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ വീടിൻ്റെ സൺസൈഡ് ആണെങ്കിലും റൂഫിങ്ങിലാണെങ്കിലും ഒരു പ്രത്യേക ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ മാത്രമല്ല, ഇതിൻ്റെ വർക്കിങ്ങിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സൺസൈഡിലൊക്കെ ഓരോ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത്, കോൺക്രീറ്റ് വാർപ്പിൻ്റെ സമയത്ത് അതിലൊക്കെ ഓരോ ഓട് കൊടുത്തിട്ടാണ് കോൺക്രീറ്റ് ഫില്ലിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മെയിൻ റൂഫ് ചെയ്യുന്ന സമയത്തും 2 ലെയർ ഓട് വെച്ചിട്ടാണ് കോൺക്രീറ്റ് റൂഫിങ്ങും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ കാണുന്നത് പോലെയാണ് ഈ വീട് കോൺക്രീറ്റും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കോൺക്രീറ്റിൻ്റെ എക്സ്പെൻസ് കുറഞ്ഞ് കിട്ടും. കൂടാതെ നല്ല രീതിയിലുള്ള കൂളിംഗ് ആണ് ഈ വീടിനുള്ളിലേക്ക്. ഈ ടെറസിലായിട്ട് 2 സോളാർ പാനൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ സോളാർ പാനൽ കൂടെ ആയതോടെ ഈ വീട്ടിലേക്ക് വേണ്ട കറണ്ട് എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു വീടാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് ടെറസ് ആണ് കാണാനുള്ളത്. ഈ ബാക്ക് ടെറസിലേക്ക് കയറുന്നതും ഇതുപോലെ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ്. അങ്ങനെ ഇവിടുത്തെ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നത് കാവിയിലാണ്. ഇവിടെ സോളാറിൻ്റെ ബാറ്ററി ചാർജിങ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ വെളിച്ചം വീശുന്ന ഈ വീടിൻ്റെ അപ്സ്റ്റെയർ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാൻ ബാക്കിയുള്ളത് ഇതിൻ്റെ വർക്കിംഗ് കിച്ചണും ബാക്ക് സൈഡും ആണ്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം. വീഡിയോ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും വീട് പണി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ട് താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സ്ക്രീനിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വർക്കിംഗ് കിച്ചണ് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു എൽ ഷേപ്പിലാണ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഈ കൗണ്ടർ സ്ലാബിനായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാളിലൊക്കെ ഡിസൈനിങ് ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ വാളിലും നമുക്ക് ഇൻഡസ്ട്രിയൽ വർക്കിൽ GI പൈപ്പിലാണ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റൂഫിങ് ചെയ്തിരിക്കുന്നത് ഓടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഗ്രില്ല് തുറന്ന് നമുക്ക് ബാക്ക് സൈഡിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നല്ല വിശാലമായിട്ട് തന്നെ ഈ ഒരു വാഷിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തരുത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്ലാന് വീഡിയോയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.